ഗോൺചോയിലെ ഹോട്ടലിൽ 12-ാം നിലയിലെ മുറിയിൽ നിന്ന് ഞാൻ പുറത്തേക്കിറങ്ങി. രാവിലെ 8:30-ക്ക് സലാം കാറുമായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നൊരു ദീർഘയാത്രയാണ് ലക്ഷ്യം. തെരുവിലേക്കിറങ്ങി നോക്കുമ്പോൾ സലാമിന്റെ ഡ്രൈവർ ഹു എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. കാർ കുറച്ചു മുൻപിൽ പാർക്ക് ചെയ്തിട്ടാണ് ഹു ഭക്ഷണം വാങ്ങാൻ പോയത്. കാറിലേക്ക് ചെന്ന് കയറി. പാതയിൽ ഇന്നലെ വൈകുന്നേരം കണ്ട തിരക്കൊന്നുമില്ല. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. പിൻസീറ്റിൽ സലാമുണ്ട്. സലാമിന്റെ മകൾ സയാനയും. അവൾ അവധി ആഘോഷിക്കാൻ ഗോൺചോയിൽ വന്നിരിക്കുന്നതാണ്. നല്ലൊരു ഡ്രൈവറാണ് ഹു. വഴിയൊക്കെ മാപ്പ് നോക്കി പോകണമെന്ന് മാത്രം. എല്ലാം ബൈഡു മാപ്പിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പിന് പകരം ചൈനയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് ബൈഡു മാപ്പാണ്. ദീർഘമായ യാത്രയുണ്ട് ഇന്ന്. കൈപ്പിംഗ് എന്ന പ്രദേശത്തേക്കാണ് പോകുന്നത്. ഉൾനാടൻ ജീവിതം കാണാനുള്ള യാത്ര. ഇവിടെ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് കൈപ്പിംഗ് പ്രദേശം. ഗോൺചോയിൽ നിന്ന് തെക്കു-പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കണം. 3 മണിക്കൂർ എടുക്കുമെന്നാണ് മാപ്പിൽ നോക്കി ഡ്രൈവർ ഹു പറയുന്നത്. നഗരം പിന്നിട്ട് യാത്ര തുടരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഗോൺചോ എന്ന വ്യവസായ നഗരത്തെക്കുറിച്ച് തന്നെയാണ്. ഗോൺചോ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ലക്ഷക്കണക്കിന് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ചൈനീസ് സർക്കാരിന്റെ വലിയ വ്യവസായങ്ങളുടെ പട്ടികയിൽ വരുന്ന കമ്പനികൾ തന്നെയുണ്ട് ആയിരക്കണക്കിന്. ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ് എന്നിവ തുടങ്ങി വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, LED ലൈറ്റുകൾ എന്നിവയെല്ലാം ഗോൺചോയിലെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നു. കളിപ്പാട്ട നിർമ്മാണത്തിന്റെ ലോക തലസ്ഥാനം കൂടിയാണ് ഈ നഗരം. ചെറിയ ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങൾ മുതൽ വൻ വിലയുള്ള AI നിയന്ത്രിത കളിപ്പാട്ടങ്ങൾ വരെ അതിലുണ്ട്. ഹു ഒരു റോബോട്ടിനെ പോലെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മിക്ക റോഡുകളിലും ടോൾ ഗേറ്റുകളുണ്ട്. കൃത്യമായ ടോൾ പിരിവുമുണ്ട്. പക്ഷേ മെയ് ദിനം പ്രമാണിച്ച് ഈ ദിവസങ്ങളിൽ ടോൾ പിരിക്കുന്നില്ല. ഫ്രീ ആയിട്ട് കടന്നുപോകാം. ലോകത്ത് ഏറ്റവും വലിയ എക്സ്പ്രസ് വേ ടോൾ നെറ്റ്വർക്കുള്ള രാജ്യമാണ് ചൈന. ETC അഥവാ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സിസ്റ്റമാണ് ഇവിടുത്തേത്. അതായത് സ്ലിപ്പ് നൽകി ടോൾ പിരിക്കുന്ന സംവിധാനം എവിടെയുമില്ല. യാത്ര ചെയ്ത കൃത്യമായ ദൂരത്തിന് മാത്രമേ ടോൾ ഈടാക്കുകയുമുള്ളൂ. പേൾ നദിയെ ഇവിടെ വെച്ച് ക്രോസ് ചെയ്തു. ഇനി നഗരം പിന്നിടുകയാണ്. ഗോൺചോയിൽ 1,90,00,000 ആളുകൾ വസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇവിടെയുള്ള തൊഴിലാളികളുടെ എണ്ണം 2 കോടിയിൽ കൂടുതലാണ്. ജനസംഖ്യാ കണക്കെടുപ്പിൽ പെടാത്ത അനേകം തൊഴിലാളികൾ ഇവിടെയുള്ളതുകൊണ്ടാണത്. ചൈനയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തൊഴിൽ തേടി ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. അവരിൽ പലരും വർഷത്തിൽ ഒരിക്കലേ വീട്ടിൽ പോവുകയുള്ളൂ. അത് ചൈനീസ് ന്യൂ ഇയറിന്റെ സമയത്താണ്, ഫെബ്രുവരി മാസത്തിൽ. വീട്ടുകാരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കാണുന്നത് ആ സമയത്താണ്. ഇടയ്ക്ക് ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ധാരാളം വണ്ടികൾ നിൽക്കുന്നത് കാണാം. ഇതൊരു റെസ്റ്റ് ഏരിയയാണ്. ഹൈവേയിൽ ഇടയ്ക്കിങ്ങനെ റെസ്റ്റോറന്റും ടോയ്ലറ്റുമെല്ലാമുള്ള റെസ്റ്റ് ഏരിയകളുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് അകത്തുപോയി ഭക്ഷണം കഴിക്കാം. KFC ഒക്കെ കാണാം അവിടെ. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ KFC പോലുള്ള അമേരിക്കൻ സ്ഥാപനങ്ങൾ ഇല്ലെന്ന് കരുതരുത്. എല്ലാം ഉണ്ടിവിടെ. അനേകം വാഹനങ്ങൾ കിടക്കുന്നു. വലിയൊരു ഏരിയയാണ്. ഞങ്ങൾ ഷിങ്ഹുയി ഡിസ്ട്രിക്റ്റിലേക്ക് കയറി. നല്ല പാത. അതിൽ നിറയെ കാറുകൾ. എല്ലാം മികച്ച വാഹനങ്ങളാണ്. വ്യവസായ പ്രദേശം തന്നെയാണ് ഷിങ്ഹുയിയും. ഇതൊക്കെ ഇവിടുത്തെ ജിയാങ്മൻ ഷിൻസാവോ ഇൻഡസ്ട്രിയൽ പാർക്കാണ്. ഇങ്ങനെ പല പല ഇൻഡസ്ട്രിയൽ പാർക്കുകളുണ്ട് ഓരോ പ്രദേശത്തും. വമ്പൻ വ്യവസായ കേന്ദ്രങ്ങൾ. 100 കണക്കിന് ഉൽപാദന കേന്ദ്രങ്ങൾ അവയിൽ പ്രവർത്തിക്കുന്നു. വലിയ കോംപ്ലക്സുകൾ ഇങ്ങനെ പണിതിട്ടിരിക്കുകയാണ്. ഗവൺമെന്റാണ് പണിതു കൊടുക്കുന്നത്. നമ്മുടെ IT പാർക്ക് എന്ന പോലെ. അതിലെല്ലാം നിരവധി വ്യവസായങ്ങളുണ്ട്. ചിപ്പുകളും ഇലക്ട്രോണിക് സാധനങ്ങളുമെല്ലാം ഉണ്ടാക്കുന്ന അനേകം കമ്പനികൾ പ്രവർത്തിക്കുന്ന നിരവധി ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. ഞങ്ങൾ ഈ പോകുന്ന റോഡിന്റെ പരിസരങ്ങളിൽ മുഴുവൻ അതുതന്നെയാണ് കാണുന്നത്. ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം ചൈനയുടെ ഈ വളർച്ചയുടെ അടിസ്ഥാന കാരണമാണ്. പ്രൈവറ്റൈസ് ചെയ്തു എന്നുള്ളതാണ് ചൈനയിൽ വന്ന മാറ്റം. മാവോയുടെ ഭരണം അവസാനിച്ച് ഡങ് സിയാവോപിങ്ങിന്റെ കാലത്ത് ഇവിടെ സ്വകാര്യ സംരംഭങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി.
കമ്മ്യൂണിസത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനം എന്ന് പറയാമെങ്കിലും അതാണ് ചൈനയിലെ മാറ്റത്തിന്റെ തുടക്കമായത്. മുൻപിൽ പോകുന്നത് ലീപ് മോട്ടോർ എന്ന കമ്പനിയുടെ കാറാണ്. ചൈനയിൽ ഓട്ടോമൊബൈൽ രംഗത്താണ് ഇപ്പോൾ വലിയ വിപ്ലവം അരങ്ങേറുന്നത്. നഗരം പിന്നിട്ട് നെൽവയലുകളും മറ്റ് കൃഷിയിടങ്ങളുമുള്ള ഗ്രാമങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. കൃഷി കൂടുതലും യന്ത്രവൽകൃതമായതോടെ ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ പട്ടണങ്ങളിലെ ഫാക്ടറിയിലേക്ക് തൊഴിലിനായി എത്തുന്നു. ഗോൺചോ ഉൾപ്പെടെയുള്ള വ്യവസായ പ്രദേശങ്ങളിലെ തൊഴിലാളികൾക്ക് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിമാസ ശമ്പളം 2500 യുവാനാണ്, ഏതാണ്ട് 34,000 രൂപ. ഓവർ ടൈം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയുൾപ്പെടെ ഒരു തൊഴിലാളി 47,000 മുതൽ 80,000 വരെ രൂപയ്ക്ക് തുല്യമായ തുക ഓരോ മാസവും നേടുന്നുണ്ടെന്നാണ് കണക്ക്. 131 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണ് കാർ. തലങ്ങും വിലങ്ങും ഹൈവേകളാണ്. 130 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് എല്ലാവരും പോകുന്നത്. ഞങ്ങൾ കൈപ്പിംഗ് പ്രദേശത്തേക്കെത്തി. വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് കൈപ്പിംഗ്. ഈ കാണുന്നതെല്ലാം സർക്കാർ പണിതിരിക്കുന്ന ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ്. ഇതിൽ ഒരു കെട്ടിടം മുഴുവൻ എടുത്ത കമ്പനികളുണ്ട്, ഒരു നില മാത്രം എടുത്തവയുണ്ട്. ഈ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികളിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് പ്ലംബിംഗ് മെറ്റീരിയൽസ് ആണ്. ടാപ്പുകൾ, പലതരം ഫോസറ്റുകൾ, ഷവറുകൾ എന്നിങ്ങനെ പലവിധ ഉൽപ്പന്നങ്ങൾ. നല്ല തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിലും വെള്ളി നിറത്തിലുമെല്ലാമുള്ള പ്രോഡക്റ്റുകളാണത്. അത് കാസ്റ്റ് ചെയ്തെടുക്കുന്ന സ്ഥലമാണ് കൈപ്പിംഗ്. കൈപ്പിംഗിന്റെ പ്രധാന ഭാഗത്തേക്കെത്തി. ചൈനയിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗത്തും എത്തുന്ന ടോയ്ലറ്റ് ഫിറ്റിംഗുകളിൽ നല്ലൊരു ഭാഗവും നിർമ്മിക്കുന്നത് കൈപ്പിംഗിലാണ്. ഇവിടെ സലാം ഇടയ്ക്ക് വരാറുണ്ട്, സാധനങ്ങൾ വാങ്ങി കേരളത്തിലേക്ക് അയക്കാൻ. ഇവിടെ വെച്ച് ഞങ്ങൾ ഹൈവേയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കൈപ്പിംഗ് എന്ന സിറ്റിയുടെ പ്രാന്തപ്രദേശത്തെ ഗ്രാമങ്ങളിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. കാർ 2.5 മണിക്കൂർ ഓടിക്കഴിഞ്ഞു. ആ യാത്ര മുഴുവൻ ഞാൻ കാണിക്കാത്തതാണ്. കൈപ്പിംഗിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. ഒരു ഹെറിറ്റേജ് ഗ്രാമമുണ്ട് ഇവിടെ. അതായത് ഒരു 100 കൊല്ലം മുൻപത്തെ ഗ്രാമത്തെ അതേപടി സംരക്ഷിച്ചു നിലനിർത്തിയിരിക്കുന്ന ഇടം. ബ്രൗൺ നിറത്തിലുള്ള ബോർഡുകൾ കാണുമ്പോൾ അത് ടൂറിസം കേന്ദ്രമാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല ഗ്രാമങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുണ്ട്. നെൽവയലുകൾ, അതിനപ്പുറം കാണുന്നതെല്ലാം തനിനാടൻ ചൈനീസ് ഗ്രാമമാണ്. ഇതാണ് ചൈനയിലെ ശരിക്കുമുള്ള ഗ്രാമക്കാഴ്ച, പ്രത്യേകിച്ച് കൈപ്പിംഗിലും പരിസരത്തുമുള്ള കാഴ്ചകൾ. ചൈനയിൽ ഓരോ പ്രദേശത്തും വീടുകളുടെ സ്വഭാവം, ഗ്രാമങ്ങളുടെ സ്വഭാവം ഒക്കെ മാറും. എല്ലായിടത്തും നെൽവയലുകളുണ്ട്. വ്യത്യസ്തമായുള്ള കാഴ്ച എണ്ണപ്പനകളാണെന്ന് പറയാം. വാഴയും തെങ്ങും മുളയുമൊക്കെ ഉണ്ട് ഇവിടെ. സദേൺ ചൈനയുടെ മിക്ക പ്രദേശങ്ങളിലും നമ്മുടേതിന് സമാനമായ ഭൂപ്രകൃതിയൊക്കെയാണ്. കൃഷിയിലും സ്വയം പര്യാപ്തമാവാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൈപ്പിംഗിൽ പല പല ഗ്രാമങ്ങളുണ്ട്. ചില ഗ്രാമങ്ങളിൽ പല നിലകളിലുള്ള കെട്ടിടങ്ങൾ. അത് ഗ്രാമത്തിലെ വാച്ച് ടവറുകളാണ്. ചെറിയ ഗ്രാമങ്ങളുടെ കാഴ്ചയിലൂടെ യാത്ര തുടർന്നു. വലിയ പൊലിമയൊന്നുമില്ല ചൈനയിലെ ഉൾഗ്രാമങ്ങൾക്ക്. നിറം മങ്ങിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മിക്കയിടത്തും കാണാം. ഇത്തരത്തിലുള്ള ടവറുകൾ മിക്ക ചെറു ഗ്രാമങ്ങളിലുമുണ്ട്. അതാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത. നല്ല പച്ചപ്പുള്ള നെൽവയലുകൾ. നെൽകൃഷി ധാരാളമായി നടക്കുന്നുണ്ടിവിടെ. ഏത് ഗ്രാമത്തിലേക്ക് ചെന്നാലും നെൽവയലുകൾ കാണാം. പുറത്തുനിന്നുള്ള, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ടൂറിസ്റ്റുകൾ ഒരിക്കലും വരാത്ത ഗ്രാമങ്ങളാണ് ഇതൊക്കെ. ഞാൻ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകണമെന്ന് തീരുമാനിച്ചതുകൊണ്ടും ഇവിടം സലാമിന് പരിചയമുള്ളതുകൊണ്ടും മാത്രം വന്നതാണ്. ശരിക്കും ചൈനയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ സർക്യൂട്ടിൽ ഇതൊന്നും പെടുന്നില്ല. എന്നാൽ ചൈനീസ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് താനും. ഈ ഗ്രാമങ്ങളിലൊക്കെയുള്ള ആളുകൾ മിക്കവരും ഗോൺചോ പോലുള്ള പട്ടണങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല സമയത്തും ഗ്രാമങ്ങളിൽ വലിയ ജനത്തിരക്ക് കാണില്ല. ഇൻഡസ്ട്രിയൽ സിറ്റികളിലേക്ക് ഗ്രാമീണർ വലിയ തോതിൽ കുടിയേറിപ്പോകുന്നുണ്ട്. അത്യാവശ്യം കർഷകരും ഫാക്ടറികളിലൊന്നും തൊഴിലെടുക്കാനാവാത്ത മുതിർന്നവരും മാത്രമേ ഗ്രാമങ്ങളിലുള്ളൂ എന്ന് പറയാം. നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥിതി തന്നെ. കൈപ്പിംഗിലെ പ്രധാന ജനവാസ മേഖലയാണിത്. ഞങ്ങളുടെ കാർ ലീ ഗാർഡൻ എന്ന സ്ഥലത്തേക്കെത്തി. ചൈനീസിൽ ലീ യുവാൻ എന്നറിയപ്പെടുന്ന വലിയൊരു ഉദ്യാനം. ഷീ വെയ്ലി എന്ന പ്രവാസി കോടീശ്വരന്റെ പ്രോപ്പർട്ടി.
അദ്ദേഹത്തിന്റെ സ്വകാര്യ ഉദ്യാനവും വില്ലാ സമുച്ചയവുമെല്ലാമായിരുന്നു ലീ ഗാർഡൻ. അവിടെ വണ്ടി നിർത്തി. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഉദ്യാനം ഇന്നൊരു കൾച്ചറൽ ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. എൻട്രൻസ് എല്ലാം അതിമനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. പടിപ്പുര, കുറേ സുവനീർ കടകൾ, ഒരു റെസ്റ്റോറന്റ് അങ്ങേയറ്റത്ത് കാണാം. ഇത് ടൂറിസ്റ്റ് സർവീസ് സെന്ററാണ്. കൈപ്പിംഗ് ഡയോളോ കൾച്ചറൽ സെന്ററിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഈ കെട്ടിടത്തിൽ ഇൻഫർമേഷൻ സെന്ററും മറ്റുമാണ് പ്രവർത്തിക്കുന്നത്. സലാമും സയാനയും കൂടി ഇൻഫർമേഷൻ സെന്ററിൽ ചെന്ന് എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളതെന്നൊക്കെ അന്വേഷിച്ചു. ആ സമയം കൊണ്ട് ഞാൻ അവിടുത്തെ മറ്റു കാഴ്ചകൾ ഷൂട്ട് ചെയ്തു നിൽക്കുകയാണ്. അവധി ദിവസങ്ങൾ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. അവരെ പ്രതീക്ഷിച്ച് കുറെ കച്ചവട പീടികകൾ ഒരു ഭാഗത്ത്. അവിടെയെല്ലാം ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് എന്തോ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അതെന്താണെന്നറിയാൻ ഞാനൊന്ന് ചെന്ന് നോക്കി. ഓറഞ്ച് പീൽ എന്നാണ് ഇതിനു പറയുക. എന്തൊക്കെയോ സ്പൈസസ് ചേർത്ത് ഉണക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓറഞ്ചിൽ നിന്ന് പൊളിച്ചു കളയുന്ന തൊലി ഇവിടെ ഒരു വലിയ ഉൽപ്പന്നമാണ്. അതിന്റെ സാമ്പിൾ എനിക്ക് തന്നു. ചെറിയ മധുരമുണ്ടിതിന്. എന്തൊക്കെയോ പ്രോസസ്സിന് ശേഷമാണ് ഓറഞ്ച് തൊലി ഈ മട്ടിലാവുന്നത്. ആളുകളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. ചൈനീസ് മാത്രമേ ഇവർക്ക് അറിയുകയുള്ളൂ എന്ന് മാത്രം. കച്ചവടക്കാരി എന്നെ ക്ഷണിച്ചു. ഇതിന്റെയൊക്കെ സാമ്പിൾ തരാൻ റെഡിയാണ്. ഓറഞ്ച് പീൽ വാങ്ങാൻ താല്പര്യമില്ലാത്തതിനാൽ അതിന്റെ സാമ്പിൾ വാങ്ങാൻ എനിക്കൊരു മടിയുണ്ട്. എങ്കിലും അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ ഞാൻ 1-2 എടുത്തു. ചൈനയിൽ എവിടെയും കച്ചവട സ്ഥാപനങ്ങൾ 90% നടത്തുന്നത് സ്ത്രീകളാണ്. ആണുങ്ങളൊക്കെ എവിടെ പോകുന്നു എന്ന് നമുക്ക് സംശയം തോന്നും. ധാരാളം പ്രായമായ സ്ത്രീകൾ കച്ചവടക്കാരികളായുണ്ട്. സ്ത്രീകൾ ബിസിനസ്സും സംരംഭങ്ങളും നടത്തുന്നത് ചൈനയിൽ എവിടെയും കാണാം. നമ്മുടെ കടകളിൽ കൂടുതലും നടത്തുന്നത് പുരുഷന്മാരാണല്ലോ. ഇവിടെ ഒരു തരം ചെറുപഴമുണ്ട്. നമ്മുടെ പാളയം കോടൻ പഴത്തിന്റെ ടേസ്റ്റാണതിന്. ചൈനയിലും മലേഷ്യയിലുമെല്ലാം ഈ ചെറുപഴമുണ്ട്. പാശ്ചാത്യ നാടുകളിൽ എവിടെയും ഞാൻ അങ്ങനെ ചെറുപഴം കണ്ടിട്ടില്ല. അവിടെയൊക്കെ റോബസ്റ്റ പഴമാണ് കൂടുതലായുള്ളത്. ഈ അമ്മയ്ക്ക് നാണം വരുന്നു. അവർക്ക് എന്തൊക്കെയോ എന്നോട് പറയണമെന്നുണ്ട്. നല്ല മഞ്ഞ നിറമുള്ള പഴം എല്ലാ കടകളിലുമുണ്ട്. ഈ പഴം മുഴുവൻ വിറ്റുപോയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് ഞാൻ സംശയിച്ചു. അത്രയേറെ പഴമുണ്ട്. മിക്കവരും ഒരു ഇന്ത്യക്കാരനെ കണ്ട് കൗതുകത്തോടെ നിൽക്കുകയാണ്. ഉണക്കിയ എന്തൊക്കെയോ സാധനങ്ങൾ വേറെയുമുണ്ട്. ചൈനയിലെ ഉൾനാടുകളിലുള്ള ഇത്തരം കടകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന അത്ഭുതകരമായ വിൽപ്പന വസ്തുക്കൾ കാണാം. നമ്മളൊന്നും ജീവിതത്തിൽ ഒരിക്കലും കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യാത്തവയാണ് അതിൽ മിക്കതും. ഉപ്പിലിട്ടും ഉണക്കിയുമൊക്കെ അത് ഭരണികളിലും പ്ലാസ്റ്റിക് ചാക്കുകളിലും നിറച്ചു വച്ചിരിക്കുന്നു. ഇതെല്ലാം നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്. ഞാനതൊക്കെ കണ്ടു നിൽക്കുമ്പോഴേക്കും സലാമും മകളും വന്നു. ലീ ഗാർഡനിലേക്ക് തന്നെ പോകാം. 50 ഏക്കർ വരുന്ന ആ ഹെറിറ്റേജ് സ്ഥലം ആദ്യം കാണാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. വലിയൊരു പടിപ്പുര. അത് ചൈനീസ് ശൈലിയിൽ തന്നെ അലങ്കരിച്ചിരിക്കുന്നു. പടിപ്പുര കടന്നു ചെല്ലുമ്പോൾ അകത്തൊരു മ്യൂസിയമാണ് ആദ്യം കാണുന്നത്. വലിയൊരു കെട്ടിടമാണത്. ഇവിടുത്തെ ചില കെട്ടിടങ്ങൾക്കൊന്നും ചൈനീസ് പരമ്പരാഗത ശൈലി കാണില്ല. അതിന് കാരണമുണ്ട്. ചൈനീസ് സംസ്കാരവും പാശ്ചാത്യ ആധുനികതയും സമന്വയിപ്പിക്കാനാണ് ഇതിന്റെ സ്ഥാപകനായ ഷീ വെയ്ലി ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് കയറി. ഇവിടുത്തെ ഹെറിറ്റേജിനെ കുറിച്ച് വിവരിക്കുന്ന മ്യൂസിയമാണ്. വലിയൊരു കെട്ടിടം. ഒരു പ്രാദേശിക ടൂറിസം കേന്ദ്രമാണെങ്കിലും അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഗംഭീരം. ലീ ഗാർഡന്റെ 100ാം വർഷമാണ് 2026. 1926 മുതലുള്ള 10 വർഷമായിരുന്നു ലീ ഗാർഡന്റെ നിർമ്മാണകാലം. ഒരു ഭാഗത്ത് ഒരു കാറുണ്ട്. പഴയ ബെൻലി കാറാണ്. അതിന്റെ നിറം അല്പം കടുപ്പമുള്ളതായി എനിക്ക് തോന്നി. ലീ ഗാർഡന്റെ ഉടമസ്ഥനായിരുന്ന ഷീ വെയ്ലി 1920കളിൽ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇത്. അന്നത്തെ ആഡംബര കാറാണ്.
ചൈനയിൽ കാറുകൾ അപൂർവമായിരുന്ന അക്കാലത്ത് ഗ്രാമത്തിലെ അത്ഭുതമായിരുന്നു ഈ കാർ. ഒരു ഭാഗത്ത് ഒരു ലൈബ്രറി, ഒരു ചൈനീസ് ലൈബ്രറി ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇവിടേക്ക് കയറിയത്. ഇതൊരു കൾച്ചറൽ സെന്ററാണ്. ഗ്രാമീണരായ നാട്ടുകാരും വരുന്ന ഇടം. നാട്ടുകാർക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളാണ് ഇതെല്ലാം. എല്ലാ ഗ്രാമത്തിലും ഇത്തരം കൾച്ചറൽ കേന്ദ്രങ്ങളുണ്ടാവും. ചൈനയിൽ ലൈബ്രറികളൊക്കെ ഇപ്പോഴും സജീവമാണ്. സലാം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് കാണിച്ച് ഞങ്ങൾ ഇനി ശരിക്കുള്ള വില്ലേജിലേക്ക് പോവുകയാണ്. ഇത് മ്യൂസിയം കെട്ടിടമാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സമ്പന്ന വീടുകളിലുണ്ടായിരുന്ന ഉപകരണങ്ങളാണ് കാണുന്നത്. കെയിൻ കൊണ്ടുള്ള പെട്ടികൾ, ഗ്രാമഫോൺ തുടങ്ങി പലതുമുണ്ട്. അന്നത്തെ ഗ്രാമീണ ജീവിതത്തിന്റെ പ്രതീകങ്ങൾ. അത് ആളുകൾ വന്ന് കൗതുകത്തോടെ കാണുന്നു. അതേക്കുറിച്ചുള്ള വിവരങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നു. ഒരു 100 വർഷം മുൻപ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ രീതികൾ മനസ്സിലാക്കുകയാണവർ. കുറേയേറെ ഫോട്ടോകളുമുണ്ട് ഇവിടെ. അക്കാലത്തെ മനുഷ്യരുടെ രൂപം, വസ്ത്രധാരണം, അന്നത്തെ വിവാഹങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയുടെയെല്ലാം ഫോട്ടോകളാണ്. അന്നത്തെ വീടുകൾ ഇങ്ങനെയായിരുന്നു. പ്രമാണി വീടുകൾ. സാധാരണക്കാരുടെയും ദരിദ്രരുടെയും വീടുകൾ മറ്റൊരു രൂപത്തിലായിരിക്കും. അത്തരം വീടുകൾ ധാരാളമുള്ള അന്നത്തെ ഒരു ഗ്രാമമാണിത്. അത്തരം ഗ്രാമങ്ങൾ ഇപ്പോഴുമുണ്ട്. പണ്ട് വിദേശത്തു നിന്നു വന്ന കത്തുകളാണിത്. അമേരിക്കയിൽ തന്റെ ബിസിനസ് തിരക്കുകൾക്കിടയിലും വീട്ടിലേക്ക് പതിവായി കത്തയച്ചിരുന്ന ആളാണ് ഷീ വെയ്ലി. അമേരിക്കയിൽ നിന്നും ഷീ വെയ്ലി ഇവിടുത്തെ വീട്ടിലേക്ക് അയച്ച കത്തുകളും ഇതിൽ ഉൾപ്പെടുന്നു. മാസങ്ങളെടുത്താണ് ഈ കത്തുകൾ ഓരോന്നും അന്ന് ഇവിടെ എത്തിയിരുന്നത്. വടിവൊത്ത അക്ഷരത്തിൽ എഴുതിയ കത്തുകൾ. അമേരിക്കയിൽ താമസമാക്കിയ കാലത്ത് ഷീ വെയ്ലി തന്റെ നീളൻ പിൻകുടുമ മുറിച്ചു കളഞ്ഞു. അക്കാലത്ത് ചൈനീസ് പുരുഷന്മാർക്ക് പിഗ്ടെയിൽ എന്ന് വിളിക്കുന്ന നീളൻ മുടിയുണ്ടായിരുന്നു. വെട്ടിയ മുടി ഷീ വെയ്ലി ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇത് അദ്ദേഹം ലീ ഗാർഡനു വേണ്ടി ഈ സ്ഥലം വാങ്ങിയതിന്റെ ആധാരങ്ങളാണ്. ഈ 50 ഏക്കർ സ്ഥലം സ്വന്തമാക്കിയതിന്റെ ആധാരം. അതൊക്കെ ഒരു നൂറ്റാണ്ടിനു ശേഷവും കേടുകൂടാതെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഷീ വെയ്ലിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഉപയോഗത്തിലുണ്ടായിരുന്ന വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതെല്ലാം. വീട്ടുപകരണങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, താക്കോലുകൾ, പലതരം വിശറികൾ, സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകൾ എന്നിവയെല്ലാമുണ്ട്. പിന്നെ വീട്ടിൽ ഭക്ഷണം വിളമ്പാനും മറ്റും ഉപയോഗിച്ചിരുന്ന പലതരം പാത്രങ്ങൾ, പിഞ്ഞാണം, കെറ്റിൽ, കൂജ എന്നിങ്ങനെ പലതും. ഈ ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നനായിരുന്ന ഷീ വെയ്ലിയുടെ വീടും പരിസരവുമാണ് ഇതെല്ലാം. മ്യൂസിയത്തിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരേ തരത്തിലുള്ള വീടുകളുടെ ഒരു നിര കാണാം. യുൻമി എന്നാണ് ഈ പാർപ്പിട സമുച്ചയം അറിയപ്പെടുന്നത്. 1928 പണി പൂർത്തിയായ വീടുകളാണ്. വീടിന്റെ ഏരിയ, വലിപ്പം, നിർമ്മാണ രീതി എന്നിവയെല്ലാം കൃത്യമായി ഒരേ വിധമാണ്. മക്കളുടെ പേരിൽ തനിക്ക് ഒരു പക്ഷഭേദവുമില്ലെന്ന് തെളിയിക്കാനാണ് ഇങ്ങനെ ഒരേ വിധമുള്ള വീടുകൾ അടുത്തടുത്തായി പണിതത്. ഒരേ രൂപവും വലിപ്പവുമുള്ള 5 വീടുകൾ. ലോകത്ത് ഫ്യൂഡൽ വ്യവസ്ഥ ശക്തമായി നിലനിന്നിരുന്ന നാടുകളിലൊന്നാണല്ലോ ചൈന. സമ്പന്നരായ ഭൂപ്രഭുക്കന്മാരും രാജഭരണത്തിലെ ഉന്നതരും ചേർന്ന് സാധാരണക്കാരെയും കർഷകരെയും ചൂഷണം ചെയ്യുന്നതായിരുന്നു പതിവ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും കർഷകരായിരുന്നു. എന്നാൽ കൃഷിഭൂമിയുടെ നല്ലൊരു പങ്കും ധനികരായ ജമീൻദാർമാർ കൈവശം വെച്ചു പോന്നു. അവർ വലിയ വീടുകൾ പണിത് സുഖലോലുപരായി ജീവിച്ചു. കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും സാധാരണക്കാരെ ദുരിതത്തിലാഴ്ത്തി. ഇക്കാലത്താണ് സൺയാത് സെൻ എന്ന നേതാവ് ഉയർന്നു വന്നത്. ജനങ്ങളെ ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കാൻ ആദ്യം രാജഭരണം തകരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അങ്ങനെയാണ് 1911 ചൈനയിൽ ഒരു വിപ്ലവമുണ്ടായതും ചക്രവർത്തി ഭരണം അവസാനിച്ചതും. പക്ഷേ അപ്പോഴും ചൈനയിൽ ഒരു ജനകീയ സർക്കാർ ഉണ്ടായില്ല. രാജ്യം വിവിധ പ്രദേശങ്ങളിലെ യുദ്ധപ്രഭുക്കളുടെ നിയന്ത്രണത്തിലായി. പിന്നീടാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതും മാവോ അതിന്റെ തലപ്പത്തെത്തിയതും. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടെ ഷീ വെയ്ലിയും കുടുംബവും ഇവിടം ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്.
അതിനു മുൻപ് ഹോങ്കോങ്ങിൽ പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. ഇവിടെ ഡയോളുകളുടെ മിനിയേച്ചർ പോലുള്ള ചില നിർമ്മിതികളുമുണ്ട്. നടന്ന് ഞങ്ങൾ ഷീ വേലിയുടെ പുരയിടത്തിന് മുന്നിലേക്കെത്തി. ഈ വേലിക്കകത്ത് കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഷീ വേലിയുടെ വീടാണ്. പിന്നിലെ 50 ഏക്കർ സ്ഥലവും ഷീ വേലിയുടേതായിരുന്നു. ഇതാണ് വീട്ടിലേക്കുള്ള പ്രധാന ഗേറ്റ്. അത് കടന്ന് ഞങ്ങൾ കയറി ചെന്നു. ഷീ വേലിയുടെ ആഢ്യത്വം ഇവിടെ എത്തുമ്പോൾ ശരിക്കും അറിയാം. വീടുകളുടെ ഒരു നിര തന്നെയുണ്ട്. ചിലത് 2 നിലകൾ, മറ്റു ചിലതിന് 3 നിലകൾ. ഷീ വേലി താമസിച്ച വീട്, ഭാര്യമാർക്കുള്ള വീടുകൾ എന്നിങ്ങനെ വമ്പൻ വീടുകളുടെ ഒരു കോംപ്ലക്സാണിത്. ഇതാണ് ഷീ വേലി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് കൈപ്പിങ്ങിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചയാളാണ് ഇദ്ദേഹം. മെച്ചപ്പെട്ട ജീവിതം തേടി കൗമാരപ്രായത്തിൽ അമേരിക്കയിലേക്ക് പോയ അദ്ദേഹം അവിടെ ചൈനീസ് പരമ്പരാഗത മരുന്നുകളുടെ കച്ചവടം തുടങ്ങി. അങ്ങനെ വലിയ സമ്പന്നനായി. ആ കഥകൾ ഓർത്തുകൊണ്ട് ഷീ വേലിയുടെ ഉദ്യാനത്തിൽ ഞാൻ സഞ്ചാരം തുടർന്നു.